ഒരു ക്രിസ്മസ് വൈബിൽ വരുന്ന ഒരു കളർ പാലറ്റിലാണ് സാരി വന്നിരിക്കുന്നത്. റെഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. റെഡ് ആൻഡ് വൈറ്റ്. ഞാനൊരു വൈറ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ കൂടെ വരുന്നതും നല്ല സിക്സ് ആക്ക് പാറ്റേണിൽ നല്ലൊരു ബ്ലൗസ് സാരിയുടെ കൂടെ അവൈലബിൾ ആണ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ റെഡില് സിക്സ് ആക്ക് പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സെയിം ടൈം നമുക്കൊരു ക്രിസ്മസ് അറ്റയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെമി സിൽക്കിൽ സിമ്പിൾ ബോർഡർ ആയിരിക്കും. അപ്പോൾ ബോർഡർ വരുന്നത് ഒരു 1 ഇഞ്ചിലുള്ള സിമ്പിൾ സെറി വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡി വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. നല്ല നീറ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് അല്ല കേട്ടോ സാരിക്ക് കിട്ടുന്നത്. പ്ലെയിൻ ബോഡി ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത്. വീണ്ടും ആ ഒരു ക്രിസ്മസ് കളർ തീം ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. ബോട്ടിൽ ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ആന്റി ഗോൾഡൻ സെറിയിലുള്ള സിമ്പിൾ ബോർഡർ സിക്സ് ആക്ക് പാറ്റേണിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരിക്കും ലോവർ ഏരിയ വരിക. നെക്സ്റ്റ് കളർ ഒരു ചാർക്കോൾ ബ്ലാക്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ ബോർഡർ വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ സഫേർ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ. ആ ഒരു ഗോൾഡൻ സെറി വുവൻ ബോർഡറിലായിരിക്കും വരുന്നത്. ലോവർ ബോർഡർ വരിക, അപ്പർ ബോർഡർ വരിക, ലോവർ വരുന്നത് സെയിം സ്റ്റൈൽ വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. സോഫ്റ്റ് സെമി സിൽക്കിൽ നല്ല പാറ്റേണിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ഫാബ്രിക്കിലാണ് സാരി വന്നിരുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലും ആയിരുന്നു. ബാത്തിക് ഡിസൈനിൽ ഫുൾ ആ ഒരു സിക്സ് ആക്ക് പാറ്റേണിലായിരുന്നു സാരി വന്നത്. ലാസ്റ്റ് സാരി വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. അതേ സ്റ്റൈലിൽ തന്നെ ബോർഡർ, ലോവർ ബോർഡർ, പല്ലു, സിക്സ് ആക്ക് പാറ്റേണിലുള്ള റണ്ണിങ് ബ്ലൗസ്.